ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. റിപ്പോർട്ട് കൊടുത്തു. അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ക്ലോസ് ചെയ്ത കേസാണ്. വരട്ടെ, അവരത് നേരിട്ടുള്ള ഒരു പ്രശ്നമില്ല. അല്ല, അതിനെന്താ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനാണ് എതിർക്കുന്നത്? ഇതും നടന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതും കൂടി അറിയണം, ഇതും കൂടി അറിയണം. ഹൈക്കോടതി ഇതും കൂടി ചെയ്തിട്ടുണ്ട് ആ കേസിൽ. അല്ലാതെ ആരോരും അറിയാതെ ഹൈക്കോടതി മാനുവൽ ലംഘിച്ച് ഇതെടുത്തുകൊണ്ട് വേറെ പോയി കോടീശ്വരർ വിറ്റ് പിന്നെ വേറൊരു വ്യാജ ചെമ്പുണ്ടാക്കി അതുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചതല്ല ഇത്. ഈ കേസ് പറഞ്ഞോ. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എപ്പോഴും പറയും ടീം UDF ആണ് ഞങ്ങളുടേത്. ടീം UDF ആണ് ഞങ്ങളുടേത്. ടീം UDF ഞങ്ങളുടെ. ഇടതുമുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുക. പരസ്പര വിശ്വാസമില്ല. ഘടകകക്ഷികൾ തമ്മിൽ. CPIയും CPM തമ്മിൽ നല്ല ബന്ധമാണ്. എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്നിരുന്നിട്ട് CPIക്കാർ വാദിക്കുക ഒപ്പിടരുതെന്ന്. ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിട്ട കാര്യം പറഞ്ഞില്ല. അപ്പൊ അവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല ഈ പരിപാടി. അതായത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വന്നിട്ട് ഇവർ ഒപ്പിടരുതെന്ന് പറയാണ്. എടോ, ഞങ്ങൾ ഒപ്പിട്ടിട്ടാണ് വന്നേക്കണത് എന്നെങ്കിലും പറയണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. CPI CPM ബന്ധം അതാണ്. കേരള കോൺഗ്രസിന്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ RJD ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം. ഇടതുമുന്നണി ശിഥിലമാവുകയാണ്. ടീം UDF അവിടെ ഉറച്ചു നിൽക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ല, അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ്, ഇല്ലേ? പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോ ഐഷ പോറ്റി വന്നു, നിങ്ങളെ അറിയിച്ചില്ലേ? ഐഷ പോറ്റി വന്ന് കയറുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായി ക്യാമറയൊക്കെ എടുത്ത്. അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടാവും. പല അവസരങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല. നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് ഒരു പാർട്ടിയെക്കുറിച്ച് ഒന്നും പറയില്ല. ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ അറിയിക്കാതെ നടത്തില്ല ഒന്നും. അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സംഭവമായിട്ടോ ഏത് വ്യക്തിയായിട്ടോ എന്തു പറയും അതിനൊരു സമയമുണ്ട് നിങ്ങളോട് പറയാൻ. അത് നിങ്ങളോട് പറയേണ്ട ഉചിതമായ സമയത്ത് നിങ്ങളോട് പറയും. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റുമോ? ഘടകകക്ഷികൾ തമ്മിൽ നടത്തിയ ചർച്ച നേരെ വന്നിട്ട് അവർ ഏതൊക്കെയാണ് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, അത് എപ്പോ പറയുമെന്ന് വെച്ചാൽ ഘടകകക്ഷികളുടെ ചർച്ചകൾ പൂർത്തിയാക്കി ഓരോ കക്ഷികൾക്കും അനുവദിച്ചു. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ച സംബന്ധിച്ച കാര്യങ്ങൾ VD സതീശൻ തള്ളുന്നില്ല. ഉചിതമായ സമയത്ത് കാര്യങ്ങൾ പറയും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു